ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവലിംഗ് ഷിപ്പ്. ട്രാവലിംഗ് ഷിപ്പിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് ഒക്കെ ആയി വരല്ലേ, അപ്പോൾ ക്രിസ്മസിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ക്രിസ്മസ് ട്രീയുടെ കഥയും നമുക്ക് സാന്താക്ലോസിന്റെ കഥയും ഒക്കെ നമുക്ക് ഈ വീഡിയോയിൽ കേൾക്കാം. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് തുടക്കം തന്നെ നമ്മുടെ ട്രീ ഉണ്ടാക്കിയ കഥ, അതായത് ക്രിസ്മസ് ട്രീ എങ്ങനെയാണ് രൂപപ്പെട്ടതെന്നുള്ള കഥ നമുക്ക് കേൾക്കാട്ടാം. വളരെ സിമ്പിളാണ് കഥ. ഒരു വനപാലകന്റെ വീട്ടിലേക്ക് ഒരു കൊച്ചു പയ്യൻ കടന്നു വരികയാണ്. അപ്പോൾ അവൻ ക്ഷീണിതനായപ്പോൾ അവനെ വിളിച്ച് കയറ്റുന്നു. അവന് വേണ്ട ആവശ്യങ്ങളായ സാധനങ്ങളൊക്കെ കൊടുക്കുന്നു, അവനെ കിടത്തി ഉറക്കുന്നു, എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയാണ്. അപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത്, അന്ന് ക്രിസ്മസ് രാത്രി ആയിരുന്നു, ക്രിസ്മസ് രാത്രി ആയപ്പോൾ തിരിച്ചു പോവാണ്. ആ സമയത്ത് അവൻ ഒരു ഉണ്ണീഷോ, ആ കൊച്ചു പയ്യൻ ഒരു ഉണ്ണീഷോ ആയി മാറി എന്നാണ് പറയുന്നത്. വനപാലകന്റെ വീട്ടിലേക്ക് വന്ന ആ ദാരിദ്ര്യത്തിലും അവര് എന്താ പറയാ, എല്ലാം മറന്നുകൊണ്ട്, അവരുടെ ദാരിദ്ര്യം മറന്നുകൊണ്ട് വരുന്ന അതിഥിയെ മനോഹരമായി സ്വീകരിച്ചതിന്റെ പേരിൽ അത് ആ ഒരു പയ്യൻ, അവർക്ക് വന്ന കൊച്ചുകുട്ടി ഉണ്ണീഷോ ആയിരുന്നു എന്നൊരു ചരിത്രമുണ്ട്. അവരെല്ലാവരും കൂടി ഒരു കുഞ്ഞു ട്രീ ഒക്കെ നിർമ്മിച്ചിരുന്നു തലേ ദിവസം. അതാണ് പിന്നെ ക്രിസ്മസ് ട്രീ ഒക്കെ ആയി മാറി എന്ന് പറയുന്ന ഒരു കുഞ്ഞു ചെറിയൊരു ഐതിഹ്യം ഈ ട്രീക്ക് പുറകിലുണ്ട്. പക്ഷെ ഇതിന് പുറകിൽ പല കഥകളും ഉണ്ട്. ഇതേപോലെ കൊച്ചു കൊച്ചു കഥകൾ ഇഷ്ടംപോലെ ഉണ്ട്. എന്നാലും ആ കഥകളിലെ ഒരു കഥയാണ് ഇത്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ട്രീ ഓൾറെഡി കണ്ടോ, പുറകില് ട്രീ ഇവിടെ ഉണ്ട്. ഇത് നമുക്ക് സെറ്റ് ചെയ്യണം. നമ്മൾ അലങ്കരിച്ചിട്ടൊന്നുമില്ല, ചെറിയ മാൽബൾബ് ഇട്ടിട്ട് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അതുപോലെ അതൊക്കെ നമുക്ക് ഇവിടെ എന്താ പറയാ, സെറ്റ് ചെയ്യണം. പിന്നെ അതേപോലെ ഇവിടെ താഴെ ഈ ഗിഫ്റ്റ് സമ്മാനങ്ങളാണല്ലോ ക്രിസ്മസിന്. സാന്താക്ലോസ് അപ്പൂപ്പൻ വന്ന് സമ്മാനം തരുന്നൊക്കെയാണല്ലോ അവരെ, ക്രിസ്മസ് അപ്പൂപ്പന് വരുന്നതും അത് ചെയ്യുന്നതൊക്കെ ആണല്ലോ നമ്മുടെ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് ഗിഫ്റ്റൊക്കെ നമ്മൾ ഗിഫ്റ്റ് പേപ്പറിൽ വെച്ച്, സാധാ ബോക്സിൽ വെച്ച് അതേപോലെയൊക്കെ കുറച്ചൊക്കെ സെറ്റ് ചെയ്യണം. അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ. ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും നമുക്ക് അതിന്റെ പ്രിപ്പറേഷൻസിലേക്ക് പോയാലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ ഒരുക്കാനായിട്ടുള്ള നമ്മുടെ ഐറ്റംസ്. മേരി ക്രിസ്മസ് എന്ന് പറയുന്നത് ഇതൊരു ട്രീയിലിടാൻ പറ്റില്ല. ഈ ഡോർമ നമ്മൾ ഫിക്സ് ചെയ്യും. ഇതും നമ്മൾ ഡോർമ ഫിക്സ് ചെയ്യും. ബാക്കിയുള്ള ചെറിയ ചെറിയ കുഞ്ഞു അതേപോലെയുള്ള ബൗൾസും, പിന്നെ അതേപോലെ മേരി ക്രിസ്മസ് എന്നുള്ള നമ്മുടെ ട്രീം ഇടാനുള്ളതും, പിന്നെ അതേപോലെ തന്നെ ഒരു മാൻ ഓടുന്നതും, അങ്ങനെ ചെറിയ ചെറിയ നക്ഷത്രങ്ങളും, ചെറിയ ചെണ്ടകൾ, പിന്നെ അതേപോലെ ചെറിയ ഗിഫ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ, ഗിഫ്റ്റൊക്കെ സാന്താക്ലോസിൻ്റെ ഒരു റിമെമ്പർ ആയിട്ടാണ് ഇതിൽ ഓർമ്മയായിട്ടൊക്കെയാണ് കൊടുത്തേക്കണത്. അത് വേറെ ഉണ്ട്, ഇത് വേറെ നമ്മൾ ബോക്സൊക്കെ ഉണ്ട്, ചെണ്ടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ട്രീ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഉള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ സംഭവമാണ്. കുറേ കളറുകൾ, കുറച്ച് എന്താ പറയുക, മഞ്ഞൊക്കെ വീഞ്ഞെടുക്കുന്ന ഒരു ഫീലിംഗ്. ഇതിന് എത്ര രൂപയാണ്? ഇതിന് 38 രൂപ കേട്ടോ. അതൊന്നും കാര്യമില്ല, വിലയിലൊന്നും നല്ല കാര്യം. ഉള്ളതുപോലെ കിടിലനായിട്ട് ആഘോഷിക്കുക, ഇത് വേറെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ്. ഇപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഡബിൾ ടാപ്പ് സ്റ്റിക്കറൊക്കെ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ വേറെ ഒരു ഇതേപോലെയുള്ള വേറെ ഐറ്റം കൂടി സംഭവം ഉണ്ട് നമ്മുടെ കയ്യിൽ. അത് അവിടെ ഫിക്സ് ചെയ്യാനുള്ള കൺഫ്യൂഷൻ ഉണ്ട്. അതൊക്കെ നമുക്ക് സെറ്റാക്കാം. അതിന് മുമ്പ് നമ്മുടെ ഈ ട്രീ പൊളിച്ചടക്കണം, നമുക്ക് സെറ്റാക്കി വെക്കണം. ഇപ്പോൾ കാണുമ്പോൾ അലമ്പാണെങ്കിലും നമ്മളിതിനെ ഹിറ്റാക്കി എടുക്കും. അപ്പോൾ അധികം പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല, നമുക്കിത് ഹിറ്റാക്കി എടുക്കാം, പൊളിച്ചടക്കാം. അപ്പോൾ നമ്മുടെ ട്രീയുടെ പ്രിപ്പറേഷൻസ് ഒക്കെ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ബാക്കിൽ കുറേ പെട്ടികൾ നിങ്ങൾ കാണുന്നുണ്ടാവും. കയ്യിലൊരു ഗിഫ്റ്റ് പേപ്പർ ഉണ്ട്. കാരണം ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഗിഫ്റ്റുകളും സമ്മാനങ്ങളൊക്കെ കൂടുതലായിട്ട് കിട്ടുന്ന ഒരു ദിവസമാണ്. ശരിക്കും സാന്താക്ലോസ് ഒക്കെ വന്ന് കുറേ ഗിഫ്റ്റുകളൊക്കെ തരുന്ന ദിവസമാണ് കുട്ടിക്കാലം. നമ്മൾ അങ്ങനെ അതായത് അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഓർമ്മയ്ക്കൊക്കെ ആയിട്ട് നമ്മൾ തന്നെ കുറച്ച് ഗിഫ്റ്റുകളൊക്കെ, ബോക്സ് കാലിയാണ് എന്നാലും അതൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ പേപ്പറൊക്കെ മേടിച്ചിട്ട് വന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ആ ഗിഫ്റ്റ് പേപ്പറൊക്കെ പൊതിഞ്ഞൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കാം കേട്ടോ.
അപ്പൊ നമ്മളങ്ങനെ ഓൾറെഡി നമ്മുടെ ട്രീ ഒക്കെ ഓൾറെഡി സെറ്റ് ആയി കഴിഞ്ഞു, ഏകദേശം കഴിഞ്ഞു വന്നിരിക്കുന്നു. അപ്പൊ നമ്മുടെ ചേട്ടനുണ്ട്, നമ്മുടെ അമ്മച്ചിയുണ്ട്. അമ്മച്ചിയൊക്കെ ഒരുങ്ങി സുന്ദരി കുട്ടിയായിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനിയും കുറച്ചുകൂടി ചെയ്യണം. ഞാൻ മാത്രം ഇവിടെ പണിയെടുക്കാതെ നിൽക്കുന്നുള്ളൂ. എക്സാക്ട്ലി ഇവരെ കൊണ്ട് പണിയെടുപ്പ് ചെയ്യണം. നമ്മുടെ താഴെ ഗിഫ്റ്റ് ഇതൊക്കെ കാണിച്ചു തരാം. അതിന് മുമ്പ് നമ്മുടെ ചെറിയ ഒരുക്കങ്ങൾ കഴിഞ്ഞപ്പോൾ മിസ്സാവണ്ടെന്ന് കരുതിയിട്ട് ഓടി വന്നതാണ് കേട്ടോ വീഡിയോ. അല്ലെങ്കിൽ വേഗം ചാടിപ്പാടി വന്നതാണ്. സംഭവം ഏകദേശം സെറ്റായി. ഇനി ലൈറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. അപ്പോൾ ഓൾമോസ്റ്റ് കഴിയുമ്പോൾ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്നുള്ളൂ, ഇപ്പോൾ ബിസിയാണ്. ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കണം. അവർ കറക്റ്റായിട്ട് ചെയ്യണില്ല. അപ്പോൾ ഒന്ന് ചെയ്യിപ്പിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ചെയ്യിപ്പിച്ചിട്ട് കാണാം. ബൈ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ ഒക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ക്രിസ്മസ് വെച്ചിട്ട് നമ്മൾ അഡ്വാൻസ് ആയിട്ട് എന്താ പറയാ ഒരുക്കിയിടണല്ലോ. നേരെ ക്രിസ്മസിന്റെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രീ എങ്ങനെയാണ് ക്രിസ്മസ് ട്രീ വന്നതെന്നൊക്കെ ഉള്ള കഥ ഓൾറെഡി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ അമ്മച്ചി ഉണ്ട്, നമ്മുടെ തലവർ, ഞങ്ങളുടെ തഗ് മമ്മി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായി നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. പക്ഷെ വീഡിയോ ഇവിടെ കൊണ്ട് തീരുന്നില്ല. അപ്പം നമുക്ക് നൈറ്റിൽ ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള ഇതിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ. എങ്ങനെയാണ് ട്രീയുടെ സെറ്റപ്പും വീട്ടിലുള്ള സ്റ്റാറും സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഈവനിങ് ആണ് കാണാൻ പറ്റാട്ടോ. അതിപ്പോൾ നമുക്ക് ഇപ്പോൾ ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് സംഭവമില്ല. പിന്നെ എൻ്റെ ക്ലാമറ ഒക്കെ ഉള്ളതുകൊണ്ട് സംഭവത്തിൽ നടക്കില്ല. സോ അതാണ് സംഭവം. അപ്പോൾ ഹിറ്റാക്കി നമുക്ക് നൈറ്റ് സൂപ്പറായിട്ട് കാണിച്ചു തരാം. ഇനി നമുക്ക് കാണാൻ പോകുന്നതൊക്കെ എന്തായിരിക്കും അറിയോ? നൈറ്റ് വിഷ്വൽസ് ആണ്. അപ്പോൾ നമുക്ക് വേഗം നൈറ്റ് വിഷ്വൽസിലേക്ക് വിട്ടാലോ? ഓ സോറി, ഇപ്പം അങ്ങനെ പറഞ്ഞാൽ നൈറ്റ് ആവില്ലല്ലോ അല്ലേ. വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പൊ വെയിറ്റ് ചെയ്യാം. പോട്ടെ, ബൈ. എല്ലാവർക്കും എൻ്റെയും ട്രാവലിംഗ് ഷെഫിൻ്റെയും ഞങ്ങളുടെ ഫാമിലി മൊത്തം എല്ലാവരുടെയും ഹാപ്പി ക്രിസ്മസ്. ഈ കൊറോണ സമയത്ത് സിംഗിളായിട്ടുള്ളൊരു ട്രീയാണ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സന്ദേശമായ യേശു ക്രിസ്തുവിൻ്റെ ആ മനോഹരമായ ഉത്ഭവത്തിന് മുൻപിൽ ദാനം ചെയ്യുക എന്നതാണ് ക്രിസ്തുവിൻ്റെ സന്ദേശം. എല്ലാവരും സ്നേഹിക്കുകയും ദാനം ചെയ്യുകയും എല്ലാവരും കൊടുക്കുക എന്ന സന്ദേശവും എല്ലാവർക്കും നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.